നീക്ക് മാത്രം ഇടുന്ന അത്രക്കാരൻ പെണ്ണ്. എപ്പ നോക്കിയാലും ഫോണ്. സുധാര ഇത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. വരുന്ന മൊത്തം ഒരു മുടക്കുക. അതിനെന്താ അവർക്ക് ശരിയാതെ നമ്മയും മുടക്കുന്നില്ലേ? അല്ല, നമുക്കൊരു രണ്ടാം കെട്ടുകാരായിട്ട് നോക്കിയാലോ? നല്ല ഐഡിയ അല്ലേ? രണ്ടാം കെട്ടോ കുറെ നോക്കിടോ. അവസാനം കയറി 8 വീട് രണ്ടാം കെട്ടാ. സുധാര പിന്നെ എല്ലാം ഫ്രഷാന്ന് വിചാരിച്ചു നീ? ഞാൻ ആലോചിച്ചിട്ട് ഇനിയിപ്പം വളഞ്ഞ വയ നടക്കൂ സുധാര. മാന്യമായിട്ട് കല്യാണം കഴിക്കാനല്ലേ പെണ്ണിനെ കിട്ടാത്തുള്ളൂ. നേരെ മറിച്ച് പ്രേമിക്കാനും ഒളിച്ചോടാൻ ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും. അതുകൊണ്ട് എവിടുന്നെങ്കിലും ചാടിച്ചോണ്ടുവരാം. ഇനിയിപ്പോ അതേ വഴിയുള്ളൂ. ചാടിക്കാൻ ഒരുത്തിനെ ചാടിച്ച എന്റെ കഷ്ടം ഇപ്പോഴും അനുഭവിക്കുന്നു. ഇനി ബെറ്റ് തരാൻ വെറും 7 ദിവസമേ ഉള്ളൂ. എന്തിനു കണ്ണാ 7 ദിവസം? 2 മണിക്കൂർ മതി. 2 മണിക്കൂർ കൊണ്ട് പ്രേമം മുളക്കും, പൂക്കും, കായ്ക്കും, വേടപ്പ് നടത്താം. അങ്ങനല്ല നടക്കുവോ? ആ കണ്ണാ, എനക്കെന്ന് പണി ബസ്സിൽ ഞാൻ എത്രത്തിനെ കാണുന്നുണ്ട്. 2 ദിവസം കൊണ്ട് നിന്റെ കല്യാണം നടക്കണ. നീ എന്റെ ഒപ്പം ബസ്സിൽ വാ. കണ്ണാ, തോക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് നാറി മണിക്കും നിന്റെ കൂടെ നമ്മ നിൽക്കും. പ്രേമെങ്കിൽ പ്രേമം. അല്ലാണ്ട് ശ്രീചേച്ചിയുടെ പണി വന്നായിട്ടല്ല. നീ വെറുതെ എന്റെ കയ്യിൽ നിന്ന്. ദേവേട്ടാ, നാളെ തൊട്ട് ഞാൻ നിങ്ങളുടെ ബസ്സിൽ വരുവാടെ നടക്കും. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്. ഒരുത്തി 1 ദിവസം കണ്ണന്റെ വിരിഞ്ഞ നെഞ്ചും ഉണ്ടക്കണ്ണും വെളുത്ത മനസ്സും കണ്ട് കണ്ണട്ടാ ഐ ലവ് യു എന്ന് പറഞ്ഞു ഓടി വരും. അത് കിടുക്കിട്ടാ. ഇവ നടക്കുവോ? കണ്ണാട്ട ഐ ലവ് യു. നിനക്ക് നടക്കൂല, കണ്ണൻ നടക്കും. വേണമെങ്കിൽ എനക്കും. ശരിക്കും നോക്കണം. ആ കുറച്ച് കൊണ്ടുവന്നേ. മാറി ഇക്കിടാകോ. പിള്ളമാർ ബാക്കോട്ടേക്ക് അല്ല, ഇങ്ങോട്ടേക്ക്. എന്റെ ഷംസു, എന്നാൽ ഈ ബുദ്ധി നമുക്ക് ഇത്ര വൈകി തോന്നി? ബസ്സിൽ എത്രക്കാലം പെണ്ണുങ്ങളോട് കേരി ഇറങ്ങി പോവല്ലേ ഇങ്ങനെ? ഒന്നിനൊന്നും മെച്ചം. ബസ് ഇറങ്ങിപ്പോ പറഞ്ഞോട് കണ്ണാ. തിരക്കായി പോയി, കാര്യമെല്ലാം സെറ്റായി. കണ്ണാ, നീ ബാക്കി പറ. പറഞ്ഞോണ്ടിരിക്കുന്ന നിങ്ങൾ അപ്പോഴാ കയറി വന്ന്. ചിരി എന്നെല്ലാം പറഞ്ഞ പുഞ്ചിരി. സൂപ്പർ അല്ലേ കണ്ണ? ഷംസു അങ്ങനെ പറയല എന്റെ പെണ്ണിനെ പറ്റി. ഞാൻ സപ്പോർട്ട് ചെയ്താടോ. ആ സംഭവം ഓള് ചിരിച്ച് കുറച്ചേരം കഴിഞ്ഞ് എന്റെ അടുത്ത് വന്നിരുന്ന് ഒരാൾ ഇറങ്ങി പോയാരോ. പിന്നെ കഥ കുറച്ചിലേ. എന്ത് കഥ നിങ്ങൾ പറയുന്നേ? തുണ്ട് കഥ പടാ. ഞാൻ കണ്ടിട്ടല്ല. അല്ല, ഓളെ ഞാൻ കണ്ടിട്ടാണ്. ഒരു മൂപ്പരാടുന്ന ബാക്ക് വന്നിട്ട് ട്യൂൺ ചെയ്യുന്ന ആ സമയത്ത് അതിന്റെ പയ പാഴ ഗളവി ഇറങ്ങിയിട്ടേ ഇറങ്ങി പോയാലോ. ഞങ്ങള് വയ്യാലെ പോയി ഇറങ്ങിപ്പോയി. എന്നിട്ട് നമ്പർ ഒപ്പിച്ച്. എപ്പോഴാ? പിന്നെ അല്ലാണ്ട് പറ്റി കഴിഞ്ഞിട്ട് വിളിക്കണം. വിളിക്കോ? നമ്പർ ഫോൺ ഓഫായി പോയല്ലോ. നമ്പർ ഓർമ്മയുണ്ട്, കണക്കടാ. 811 811 87 47 47 355. എന്ത് പറ്റി? പൈസ ഇടുന്ന ഒറ്റാട്ടിയോ സുധാര? മറ്റേ സംഭവം എന്റെ കണ്ണ, പെട്ടെന്നൊരു പെണ്ണ് വന്ന് ചിരിച്ച് ഫോൺ നമ്പർ തന്ന് പോകുമ്പോ നമുക്ക് മനസ്സിലായിക്കൂടെ ഇതേതാ സാധനം? സുധാര മറ്റേതാ? മിണ്ടറ. മറ്റേ കേസാ? ആ മറ്റേ കേസാണ് കണ്ണ. എടാ, പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമല്ല. പിന്നെ ഒരു പെണ്ണ് നമ്മളെ ഒന്ന് നോക്കും, ചിരിക്കും, വെറുപ്പിക്കും. നമ്മളൊന്ന് നോക്കിയത് കണ്ട മൂക്ക് അങ്ങോട്ട് വെട്ടിക്കും. വെറുതെ കുഴപ്പമുണ്ടാക്കും, നമ്മളെ കളിയാക്കും, പ്രശ്നം ഉണ്ടാക്കും. എന്നാലും ചോർച്ച പിടിച്ച് നമ്മുടെ കൂടെ അങ്ങോട്ട് നിൽക്കോളൂ. അല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ എന്നെ സ്ഥിരമായിട്ട് വെറുപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട്. ഒരാളുണ്ട്.
ശരി എന്തല്ല എന്തല്ല ഒന്ന് കാണാൻ വന്നാ. കണ്ടോ? ഞാനൊരു കാര്യം ചെയ്യട്ടെ. ചോയ്ക്ക്. നീ ഇതിന് എപ്പോഴും എന്നോട് ഇങ്ങനെ ചൂടാവും? നിങ്ങൾ ചൂടാവുന്ന പരിപാടി എടുത്തു വെക്കുന്നുണ്ട്. അപ്പൊ ചൂടാവുന്ന വേണം എന്നെ കാണാൻ ഭയങ്കര രസം നീ പറഞ്ഞല്ലോ. ചൂടാവുമ്പോ മാത്രല്ല, അല്ലാണ്ട് നിങ്ങളെ കാണാൻ ഒരേ രസമില്ല. ഇത് ചോദിക്കണ നിങ്ങൾ രാവിലെ തന്നെ ഒന്ന് ബ്ലോക്ക് ഇട്ടിനി. ശരി, ഞാൻ അത് വിടും. സത്യം പറ, നിനക്ക് എന്നോട് ഭയങ്കര പ്രേമല്ലേ? രവിയേട്ടൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കുറച്ച് മനസ്സിലായി. ഏത് രവിയേട്ടൻ? ആ ബസ്സിലെ കൊയ്യ. എന്റെ കണ്ണാട്ടിങ്ങളെ തലക്ക് വല്ല പ്രാന്തുണ്ടാ? അല്ല, എത്ര വയസ്സായെന്നാ നിങ്ങളെ വിചാരം? 35. നിങ്ങക്ക് നാണുണ്ട് ഈ വയസ്സിൽ എന്റെ എന്നോട് ഇങ്ങനെ പറയാൻ വേണ്ടിട്ട്? ഹരിതന്റെ ഏട്ടനായി പോയി. ഷർലി മതി. എന്റെ പൊന്ന് കണ്ണാട്ടാ, നിങ്ങൾ പണ്ട് ഷീബേച്ചിനെ പ്രേമിച്ചതും ഷീബേച്ചി വീട്ടിൽ വന്നേരം അച്ഛനെ പേടിച്ചിട്ട് എനിക്ക് നിന്നെ അറിയേയില്ല എന്ന് പറഞ്ഞ് കീഞ്ഞു പറഞ്ഞതും എല്ലാം നാട്ടില് പാട്ടാണ്. പെണ്ണുങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ഒരു പേരുണ്ട്, ചതിയൻ കണ്ണൻ. ഷർലി, കാര്യങ്ങൾ ഇത്രയും സ്ഥിതിക്ക് നീ ഈ കാര്യം ഹരിതോട് പറഞ്ഞു നിൽക്കണ്ട. ഓ, കണ്ണാ ഓക്കല്ലേ? ഇതാ രവിക്കുള്ള കോഴി. ഇനി 5 ദിവസമില്ലേ, അടുത്തേക്ക് നോക്കിയാ പോരെ? കന്നഡ പോലെ അടുത്തേക്കാ മോളെ. നീ വീട്ടിൽ പോയിട്ട് കുത്തിക്കൂടെ? നമ്മുടെ പാർട്ടിക്ക് ഇത്ര സ്വാധീനമില്ലാതെ ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. പാർട്ടിക്കല്ല, എനിക്ക് സ്വാധീനം എന്ന് പറ. എനിക്ക് എനക്കാ സുധാര. എനിക്കാ കണ്ണ. ആ, വേണ്ടാണ്ട് വെല്ലുവിളിക്കാൻ ചെയ്തിട്ട് മനുഷ്യനെ മെനക്കെടുത്ത. അപ്പോ തോക്ക് അവർക്ക് കൊടുക്കുന്നുണ്ടോ മോനെ? വേറെ വഴിയില്ലല്ലോ അമ്മേ. എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊ നമുക്ക് തോക്ക് കൊടുക്കാം. എന്നിട്ട് ഉത്സവം ആകുമ്പോൾ എന്തെങ്കിലും ഒരു കുഴിഷ്ടൊപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു മേടിക്കാം. അപ്പൊ പെണ്ണ് കാണുന്ന പരിപാടിയെല്ലാം നിർത്തിയാ? അതിന് ഇവര് പെണ്ണിട്ടണ്ടേ? നമുക്ക് ചന്ദ്രൻ എന്ന് വിളിച്ചാലോ? എന്നിട്ട് നമ്മൾ 3-4 പേര് പോവാ. ആ കുരിപ്പിന് ആ തോക്കങ്ങോട്ട് കൊടുത്തേക്കാം. ഇത് നമ്മളല്ലാണ്ട് വേറെ ആരും അറിയരുത്. സുധാര, ലേശ ഒളിപ്പുണ്ടാ എനിക്ക്? എന്നാ സുധാര, നീ ആ ബാലനെ ചന്ദ്രനെ ആരെന്ന് വെച്ചാൽ വിളിക്കും. നമുക്ക് നാളെ തന്നെ തോക്ക് കൊടുക്കാം. ബെറ്റ് തീരാൻ എന്തായാലും 5 ദിവസം കൂടെ ഉണ്ടല്ലോ. എനക്കും മടുത്തു. അല്ല കളി കണ്ണ മിണ്ടേ മിണ്ടേ മിണ്ടേ. ധനേഷ്. ഹലോ. ഞാനോ? എടോ സുധാര. ഹലോ ചന്ദ്ര, ഞാനാ പ്രഭാകരൻ. ഓ, നമ്മൾ തമ്മില് എന്തിനാടാ ഒരു വെറുപ്പും ഇതൊക്കെ? ഇനിയിപ്പോ തോക്ക് കൈമാറാൻ 5 ദിവസം ഇല്ലതാനും. ഓ, അതൊക്കെ നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഇന്നേക്ക് 5-ാം ദിവസം തോക്ക് ഇങ്ങന്നേക്കണം. അത് എന്താ പറ്റിയെന്നറിയോ? നമുക്ക് പാർട്ടിന്റെ ഒരു ടൂർ ഉണ്ട്. ഓ, നമ്മളെല്ലാരും നാളെ രാവിലെ പോകും. അപ്പൊ തോക്ക് വേണമെങ്കിൽ നാളെ രാവിലെ തന്നെ തരാം. ഇനിയിപ്പോ ബെറ്റ് തീരാൻ നിൽക്കണ്ടപ്പാ. ഓ, അങ്ങനെയാണ് കാര്യങ്ങളില്ലേ? അങ്ങനെയാണെങ്കിലേ എനിക്ക് ബാലേട്ടനോടൊന്ന് ചോദിക്കണം, എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ആയിക്കോട്ടെ. പിന്നെ നീ ആരെയും അധികം പറയാനും വിളിക്കാനും നിൽക്കണ്ട. നമ്മളൊരു 2-3 ആൾക്കാർ വരാം. നിങ്ങളും 2-3 ആൾക്കാർ വാ. ആ, എങ്ങനെയുണ്ട് ഐഡിയ? വർക്കായില്ലേ? എന്തായാലും ചോറ് വർത്താനം നിൽക്കണ്ട. നമുക്ക് വേഷം കൊടുത്തിട്ട് പോവാ. സുധാര, എല്ലാ നായ്ക്കളും ഉണ്ട്, ഞാനല്ല പോയി നാളെ. ഏതായാലും നനഞ്ഞ് ഇനി കുളിച്ചു കയറാം. സുധാര, ഞാൻ കുളിച്ചിട്ടാ വന്ന്. ചെലക്കാണ്ട് വാടാ. മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട് തന്നെ വാ. ചേട്ടാ, എന്തായി സുധാരാ, നിങ്ങളെ പെണ്ണ് കാണല്ലോ ഈ നൂറ്റാണ്ടിലങ്ങനെ നടക്കുവാ? വെറ്റ് തീരാൻ ഇനി 4 ദിവസം കൂടിയേ ഉള്ളൂ. അതിന്റെ ഇടയിൽ ഒരു 5-6 കൂടി പോയി പേടിപ്പിക്കടാ. അതിന് ഇന്ത്യ രാജ്യത്തിന് പേടിപ്പിക്കാൻ പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ. നീ വിദേശത്തോ മറ്റോ? തോറ്റിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരേ നാട്ടുകാര് വാശി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. കുറെ കാലായില്ലേ ഞങ്ങ വെടിവെക്കുന്നു. എന്നാ പിന്നെ തുടങ്ങല്ലേ സുധാര? എടുത്തു കൊടുത്തേക്കാണ് കലയക്കാരാ. തോക്ക് എടുത്ത് തരുമോ?
വല്ല കാര്യം ഉണ്ടായി ഒരു കാര്യമില്ലായിരുന്നു. ഇതാ. വിദ്യേ മേടിച്ചോ? ഞാൻ അല്ല ഇവനാ മേടിക്ക് വിദ്യ അങ്ങോട്ട് അങ്ങോട്ട് എന്നോട് ചോദിക്കാൻ ആരാണ് നിന്നോട് തോക്ക് കൊടുക്കാൻ പറഞ്ഞത്? സുധാകര അടവറക്കല്ലേ. അടവാ? എന്തടവ്? ഇനി 4 ദിവസം സമയമുണ്ട്. അതിനുള്ളിൽ കല്യാണാക്കാതെ ഞങ്ങളുടെ പറ്റ്. മിണ്ടലാടാ നീ. ശരി, സമ്മതിച്ചു. കണ്ണന് പെണ്ണായി തെളിവ്? ഒരു തെളിവും തരുന്നില്ല. ഏതായാലും ഇത്രയ്ക്കായില്ലേ? ഇനി ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞിട്ട് തോക്ക് തരുന്നുള്ളൂ. അപ്പൊ കുരുത്തോലയും അപ്പൊ പടക്കവും അതിന്റെ പൈസയോ ഞങ്ങളോട് ചോദിച്ചിട്ടാണ് അതൊക്കെ ചെയ്ത്. നിങ്ങളോട് രണ്ടാളോട് വരാനല്ലേ പറഞ്ഞത്? അപ്പൊ തരൂല. സുധാകര, ആ സുധാകരൻ തന്നെ എന്തേ? ഇനി 4 ദിവസം കാണാം. കാണാം കാണാം. വാടാ. സ്ഥിരം പരിപാടി. ഇങ്ങോട്ടാ കളി നമ്മളോട്. വേറെ തോക്കില്ലാലോ. ലാൽസലാം ഗോപാലേട്ടാ, ഞാനാ RC. പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷമഘട്ടത്തെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. എത്രയും പെട്ടെന്ന് സഖാവ് കണ്ണനെയും കൂട്ടി സഖാക്കൾ കൂർഗിലെ ഒസനഹള്ളിയിലേക്ക് വരിക. ഇവിടെ എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കണ്ണനുമായി പുറപ്പെടുക. ലാൽസലാം. അപ്പൊ എങ്ങനെയാ സുധാര പരിപാടികള്? അല്ല, ഇന്ന് വൈകുന്നേരം തന്നെ പോകാനുള്ള പരിപാടി നോക്കാം. എന്നാ അതാ നല്ലത്. വൈകുന്നേരം വിട്ടോ. എന്താ ഓക്കെ അല്ലേ? സഖാവ് ഇന്ന് തന്നെ പോണോ? നമുക്ക് ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് പോയാ പോരെ? എന്തിന്? സഖാവ് ആർസി പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഇതിൽ കൂടുതൽ എന്തുറപ്പാ പാർട്ടി നിനക്ക് തരേണ്ടത്? സഖാവ് ഇങ്ങക്ക് ഇടയിരുന്ന് കുത്തിയിരുന്നെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അവളെ കണ്ടിട്ട് പോലുമില്ല. ഓക്കെ വല്ല ചട്ടോ മുടന്നോ കോങ്കണ്ണോ ഉണ്ടെങ്കിലോ? എന്റെ ജീവിതം വെച്ചിട്ടുള്ള കളിയാ. കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് എനിക്കും കുറച്ച് സങ്കല്പമെല്ലാം. അത് ശരി. അപ്പൊ നീ രണ്ടും കൽപ്പിച്ചന്നെ അല്ലേ? ആ അല്ലടോ, നീയും കൂടെ കൂടിയിട്ടല്ലേ പാർട്ടിന്റെ പേരിൽ വെല്ലുവിളിച്ചതും പെറ്റുവച്ചൊക്കെ? എന്നിട്ട് ഞാനൊന്നുമില്ല, ഇവനാ വെല്ലുവിളിച്ചത്. നീ എന്നെ അന്നേരം നീ മിണ്ടിയോ? അതും അന്നേരം നിന്റെ സങ്കല്പമൊക്കെ നീ മറന്നുപോയോ? ഇപ്പം പാർട്ടി ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ സഖാവ് ആർസിനെ പോലെയുള്ള വലിയൊരു പോരാടി ഒരു വഴി കണ്ടുപിടിക്കുമ്പോ നീ ബേക്കെന്ന് പാലം വലിക്ക. കണ്ണാ, പാർട്ടി നിന്നോട് നേരാമണ്ണ ഒരു കാര്യം പറഞ്ഞേക്കാം. പാർട്ടി കാണിച്ചു തരുന്ന പെണ്ണിനെ നീ മര്യാദക്ക് കിട്ടിക്കൊള്ളണം. ഇല്ലാച്ച എന്താ ഉണ്ടാവുന്ന നിനക്കറിയാലോ. കേരടോ. ശരി, ഡൽഹി നിലയില വെട്ടിക്കട. മോനെ കണ്ണ, ഷംസു, രവി, നമസ്കാരം. ശ്രീജ, എല്ലാരും പോയി ഭക്ഷണം കഴിച്ചോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറ്റുള്ള കടയാണ്. സുധാരണ നിൽക്ക്, ഒരു പോയി കഴിക്കട്ടെ. സുഖല്ലേ സഖാവേ? ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ കീറിയവന്റെ ബാക്കിൽ പാഞ്ഞത് നമ്മളെ രണ്ടാണ്. ഓൻ എന്നിട്ടൊരു വേലിയും കീഞ്ഞു തുള്ളി കോലുകൊണ്ട് വയറ് കീറിയപ്പോ അത് ഏറ്റെടുത്തത് ഞാൻ ഒറ്റയ്ക്ക്. നിന്റെ ഒരൊറ്റ ആളുടെ ബിൽഡപ്പിന്റെ പുറത്താ ഞാൻ ഇത്രയും നാളെ ഒളിവിൽ പോയത്. എന്നിട്ട് നീ ഇപ്പൊ ലോക്കൽ സെക്രട്ടറി, നിന്റെ ഓൾക്ക് സഹകരണ ബാങ്കിൽ പണി. എന്നിട്ട് എന്നോട് സുഖമാണോന്നല്ലേ? അല്ല സഖാവേ, സഖാവ് എന്ന് പറയുമ്പോ ഇപ്പോഴും ഒരു ആവേശാണ്. ഹോസ്റ്റല്ലേ ഹോസ്റ്റല്ലേ. സഖാവ് ആർസി വിളിച്ചത്ര മുദ്രാവാക്യൊന്നും കടമ്പേരി ആരും വിളിച്ചിട്ട. നീ കത്തി വെച്ചോ കോഴിക്കെട്ടോ. ഇപ്പൊ പാർട്ടിക്കൊരു ആവശ്യം വന്നപ്പോ ഈ ആർസി തന്നെ വേണ്ടി വന്നില്ലേ? സഖാവ് പറ്റുവാണെങ്കിൽ ആ പെൺകുട്ടിനെ ഒന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? അതിനെന്താ കണ്ണ? നാളെ കല്യാണം കഴിഞ്ഞാ പിന്നെ ജീവിതകാലം മുഴുവൻ നിനക്കോളെ കണ്ടോണ്ടിരിക്കാലോ. കല്യാണോ? ആ, രാവിലെ 10-നും 10:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ നിങ്ങളുടെ കല്യാണമല്ലേ? ഞാൻ കല്യാണത്തിനൊന്നുമില്ല. അമ്മയോട് ചോദിക്കണ്ടേ? നാരായണ ഏട്ടിയോടൊക്കെ ഞാൻ പറഞ്ഞോളാം. വെറ്റ് തീരാഞ്ഞ് 2 ദിവസം കൂടെ ഉള്ളൂ. നാളെ രാവിലെ കല്യാണം. ഞാൻ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നിനക്കുള്ള കുപ്പായം വരെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. മോനെ കണ്ണ, നീ വാ. സുധാര, വാ 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 വാ. പാട്ട് കഴിഞ്ഞിട്ടുള്ളടാ എനിക്ക് എന്ത്. ഇല്ല, റെഡി ആയിട്ടു. ಜನರು ಬರ್ತಾ ಇದ್ದಾರೆ.
എത്തി നമ്മുടെ സ്ഥലത്തി. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ എല്ലാരും ഇറങ്ങിക്കോ. ഇറങ്ങ. ശ്രീജെ നമ്മുടെ സ്ഥലം നീ ആർ സി നിന്ന് വിളിക്ക്. സാമാനെല്ലാം തട്ടി വേഗം വരുന്നോടി. ഹലോ ആർ സി, ഞങ്ങളിവിടെ താഴെത്തി. എത്തിയോ? എവിടെ? ഞാൻ വരുന്നു. വരും. സുധാര, നിങ്ങൾ ഏടെയായിരുന്നു? മുഹൂർത്തത്തിന് സമയമായി. കൊള്ളല്ല കാര്യമൊക്കെ പിന്നെ പറയുന്ന. ഒരു കാര്യം ചോദിക്കാം. എനിക്കൊന്നും അവളൊന്ന് കാണാൻ പറ്റുമോ? ഒരു ധൃതി. കല്യാണം കഴിഞ്ഞ പിന്നെ സ്ഥിരമായിട്ട് കാണാലോ. എന്റെ കണ്ണാ, നീ ഭാഗ്യവാനാണ്. ഈടെ ഇന്നും ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു പെണ്ണില്ല. പിന്നെന്തോ ഇവിടെ പറിച്ചതിനെ കിട്ടാത്ത ചോദിക്ക്. ഓള ജാതകത്തിന് ചെറിയൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? വലുതായി കഴിഞ്ഞ ഓളുടെ അച്ഛനും കല്യാണം കഴിഞ്ഞ ഓളുടെ ചെക്കനും തട്ടിപ്പോകുന്നു. വലുതായി കഴിഞ്ഞപ്പോ ഓളുടെ അച്ഛനപ്പ തന്നെ തട്ടിപ്പോയി. ഈ പേടിക്കണ്ട. ഓള ജാതകത്തില് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. 3 മലയും കടന്നു വരുന്നൊരു പുരുഷനാണ് ഓളെ കല്യാണം കഴിക്കുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ പിന്നെ ഓൾക്കും ആ പുരുഷനും വെച്ചടി കയറ്റായിരിക്കും. ഈ കയറ്റം പോലെ പിന്നെ ഞാൻ പോയിട്ട് പെണ്ണെ വിളിച്ചിട്ടാ. പറ്റുവാണെ അവളെ പേരെങ്കിലൊന്ന് പറയോ? യമുന. ഇത് പെണ്ണിന്റെ പാവാട മാത്ര ഉണക്കാൻ കൊണ്ടുപോകുന്നയാ. അപ്പൊ പെണ്ണ് എടുത്തു. മനസ്സല്ലേ നുടിയോ ശ്രുതി നീനേ സ്വരമാധുര്യ മളിവില്ല ಛಾಯೆ ಆವರಿಸು ನಿನ್ನ ಸೌಂದರ್ಯ ಕಣ್ಣಲ್ಲಿ ಸೇರಲು ಮೌನವಾಗೇರಲು ಕೈ ಹಿಡಿಯುವ ಎಂದು ಕನಸಿನ ಸುಂದರಿ ಅರಿಯೋಣ ನಾವು ಹೊಸ ಬದುಕ ಚಿರಮುನ್ನುಡಿ. മറക്കൂല. മറക്കരുത്. പിന്നെ നീ ആ പെണ്ണിനെ നല്ലോണം നോക്കണം കേട്ടാ. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കണ്ട കുടുംബസ്നേഹി. ഒന്ന് വിളിക്കാം. യമുന മോളെ വാ. കണ്ട വിളിച്ച അപ്പ വരും. ഒരു കാര്യം പറയാം. പോയോ കണ്ണ? അതെ സുധാര കേസിന്റെ കാര്യം ഒന്ന് പറഞ്ഞ് ശരിയാക്കിയേക്കണേ. ഒരു വക്കീലിനെ വെക്കണേ. ശരി. ആ പാർട്ടി വക്കീൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പാർട്ടി വക്കീലാന്നാ? അപ്പൊ ഇത് ഈ അടുത്തൊന്നും ഊരാൻ പറ്റില്ല. ലാൽ സലാം. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിന്റെ നല്ല സങ്കടം ഉണ്ടല്ലേ? തിരക്ക് പിടിച്ച കല്യാണായോണ്ട് അധികം സംസാരിക്കാൻ പറ്റില്ല. യമുന, നല്ല പേര്. സുധാര നോക്കിയ ഒരു നാരകം താഴത്തെങ്കിലും ഞാൻ തലയിൽ കൊടുക്കാം. നീ ഇങ്ങോട്ട് മാറിയിരിക്കും. നീ ഇങ്ങോട്ട്
ആ വെള്ളം. എന്താ മോളെ ഛർദിക്കുന്നുണ്ടാ? കുറച്ച് വെള്ളം നോക്കട്ടെ. വീട്ടിൽ നോക്കി വെച്ച്. കുഴപ്പമില്ലടാ, കുഴപ്പമൊന്നുമില്ല. പേടിക്കണ്ട. ആ യാത്ര വേണ്ടിയാ, വേറെ ഒന്നല്ല, പേടിക്കണ്ട. അങ്ങനെ തന്നെ വണ്ടി കയറി കുപ്പിതാ, കുഴപ്പമൊന്നുമില്ല. മോളെ ക്ഷീണുണ്ടാ? ഛർദിക്കാൻ വരുന്നുണ്ടായിരുന്നു? കായാമ്പൂവിൻ കണ്ണിൽ ഞാൻ നീലാകാശം കണ്ടേ, രാക്കനവിൻ യമുനയൊഴുകി ഉള്ളാകെ ചിലൂടെ. കാറ്റിൻ കാണാച്ചുണ്ടിൽ നിൻ തോറ്റം പാട്ടും കേട്ടെ, എൻ ഹൃദയമുരളി പൊഴിയും നിലാവിൻ സംഗീതം. നനുനനെ നിലവിൽ നീയും ഞാനും നീങ്ങും ദൂരെ. മൂകിലുകൾ നീയും മാനത്ത്. അരലുകൾ നീന്തും തോടിൻ കരയിൽ വയലിൽ വഴിയിലെ. മലർക്കുടഞ്ഞു പൂമരങ്ങൾ നിൻ വഴിയാകെ എനിക്കു വേണ്ടി എന്ന പോലെ. ഒരാളിലേക്കു ചേർന്നു പോയി എന്നുലകാകെ മനസ്സു മഞ്ഞു തുള്ളിയായി. തീരെ പിരിയരുതെന്നും വരുമൊരു ജന്മം തുടരണമൊന്നായി. ഓരോ പുലരികളും നീരാവും നിലാവും തൂവീടും. കണ്ണാ എണീക്ക് വാ, വീടെത്തി. എന്തുറക്കാത് വാ. ഈ കൈ പിടിച്ച് നടത്തെല്ലാം കുറച്ചു നാളെ ഉണ്ടാവുള്ളൂ, ഇല്ല സീജേ? അവേ ഇതാ കുട്ടി കാൽ തൊട്ട് വലുത് കാല്, വലുത് കാല്. അല്ല കണ്ണാ, ഇവക്ക് നാട്ടില് കൊറേ സ്വത്തെല്ലാം ഉണ്ടാ? നല്ല ചോദ്യം. സ്വത്ത് ഉണ്ടോന്നാ? പട്ട, ഗ്രാമ്പു, ഏലക്ക, കാപ്പി, ജീരകം, സാജീരകം, മൊത്തം ഗരം മസാല ഉണ്ടാക്കണം, മൊത്തം സാധനത്തിനുള്ളുണ്ട്. പേരെന്നാ മോനെ? ഓളെ പേര് നദികളിൽ സുന്ദരി യമുന. നല്ല പേര്. എന്തല്ല ചമ്മിപ്പോയി. കുടിക്ക്. എന്താടോ? സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടേനി. ചെറിയൊരു പ്രശ്നമുണ്ട്. മെയിലെന്തോ വന്നിട്ടുണ്ട് രാജസ്ഥാനിൽ. നീ പെട്ടെന്ന് വാ. ഞാൻ ഓളെ വിട്ടിട്ട് ഇപ്പോഴൊന്നും വരാൻ പറ്റൂ. എടാ നിന്നെയും കൂട്ടി വരാനാ പറഞ്ഞ. നീ പെട്ടെന്ന് അമ്മ ഞാനേ ചെറിയ അത്യാവശ്യം, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരേ. സാരല്ല മോളെ, ഇപ്പൊ വരും കേട്ടാ. നിങ്ങൾക്കെതിരെ രാജസ്ഥാനിൽ ഒരു മെയിൽ കിട്ടിയിട്ടുണ്ടല്ലോ. രാജസ്ഥാനിൽ മെയിലോ? ആ, നിങ്ങളുടെ വീട്ടിലൊരു പശു ഉണ്ടായിരുന്നില്ലേ? അതിന് നിങ്ങൾ കൊന്ന് ലൈവ് ഷോ നടത്തി.
നാട്ടുകാർക്ക് ബിരിയാണി വെച്ച് കൊടുത്തുന്നാണല്ലോ പരാതി. പരാതിയോ? സാറേ, ഞാൻ പശുവിനെ പോലും ഒരു പട്ടിനെ പോലും കൊന്നിട്ടില്ല. എനിക്ക് പേടിയാ. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ പയ്യ കൊടുത്തിടോ? സാറേ, നമ്മളെ വീട്ടിലൊരു പശു ഉള്ളത് ശരിയാ. അതിനുള്ളപ്പം കൊണ്ടുപോയി മറ്റേ പളനിക്ക് മുട്ട അടിക്കാൻ വേണ്ടിട്ട്. പഴനിക്ക് മുട്ട അടിക്കാനാ? അതും പയ്യനും കൂട്ടി? സാറേ, സംഭവം എന്താന്ന് വെച്ചാല് ഇവന് ഭാസ്കരൻ എന്ന് പറഞ്ഞൊരു ഇളയപ്പനുണ്ട്. പശുവിനും കൂടി നാട് വീട്ടിലാണ് പരിപാടി. ഈ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നോണ്ട് ഞങ്ങൾ അത്ര കാര്യമാക്കലൊന്നുമില്ല. പിന്നെ ഇവന്റെ നിശ്ചയത്തിന്റെ കാര്യമാണെങ്കിൽ അന്നവിടെ ചിക്കൻ ബിരിയാണിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാർ. അതൊക്കെ വെറുതെ ആളുകള്. സംഭവമൊക്കെ ശരി തന്നെ. പക്ഷെ ഈ കേസൊക്കെ ഗോവധ നിരോധന നിയമത്തിൽ പെടുന്നതാണ്. മനസ്സിലായോ? ഇത് തെളിഞ്ഞാൽ 5-6 മാസം പോയി കിടക്കേണ്ടി വരും. എന്തേ സാർ, ഇവന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതേ ഇല്ലു. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഇതല്ലേ നല്ല സമയം. ഓളുടെ മാലയോ വളയോ ചോദിച്ചു നോക്ക്. ഇപ്പൊ ചോദിച്ചാ കിട്ടും. സാറേ, ഞങ്ങളൊന്ന് നോക്കട്ടെ. ശരി. പ്രഭാകര, 10ന്റെ പൈസ ഞാൻ ഇയാൾക്ക് കൊടുക്കൂലട്ടോ. ചെയ്വത്ത കഴുത്തിന്. നീ ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുന്ന കണ്ണാ നല്ലത്. SI അവരുടെ പാർട്ടിക്കാരനാണ്. രാജസ്ഥാനിൽ നിന്നൊരു മെയിൽ വന്നു എന്നുള്ള കാര്യം സത്യമാണ്. ഉറപ്പ് ഇത് ഐറ്റിങ്ങളുടെ പണി തന്നെ. ഇത് പോ പ്രകാരം. രാജസ്ഥാൻ ഇവിടെ ദൂരെ നിന്ന് ട്രെയിൻ വരുമ്പോൾ ടാറ്റ കാണിക്കുന്ന ടീം സാമാർക്ക് രാജസ്ഥാനിൽ ഒരു പിടിയുമില്ല. ഇത് വേറെ ഏതോ വഴിക്ക് വന്ന പണിയാ. അതെനിക്ക് ഉറപ്പാ. എന്നാലും പൈസക്ക് എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നു. അയ്യോ കണ്ണ, വേറൊരു കാര്യമുണ്ട്. ഓള് വീട്ടിൽ കത്തിരിക്കും. പെട്ടെന്ന് പോകാൻ നോക്കണം. അല്ലേ? ഓ, ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ? കൊച്ചു കള്ളല്ലേ? കാലക്കണം. ചെല്ലി 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 ഇവിടുത്തെ കാര്യം ഞാൻ നോക്കാം. ഇപ്പൊ ഡീലാണ്. ആർട്ടിന്റെ റിസർവ് ബാങ്ക്. ഇത്രയും നേരം ഇടണ്ടായിനി ഏട്ടനെ കാത്തിട്ട്. ഇപ്പൊ കുളിച്ചിട്ട് അവിടെ കിടന്നിട്ടേ ഇല്ലു. എന്തോ ബേജാറുണ്ട് ഏട്ടാ. വീട്ടിൽ നിന്ന് മാറിയെന്നെ ആവും. നീ കുളിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. ആയി. ക്ഷീണിച്ചുറങ്ങായിരിക്കും. യമുന, യമുന, എനിക്ക് നല്ല ക്ഷീണിച്ച് ഉറങ്ങിപ്പോയല്ലേ. ചെറിയ ഗിഫ്റ്റ് ഇഷ്ടയാ? ರೀ, ನೀವು ಭದ್ರ, ನಾನು ಎಷ್ಟು ಹೊತ್ತಿಂದ ಕಾಯ್ತಿದ್ದೇನೆ ಗೊತ್ತಾ? ಕಾಯ್ತಾ ನಿದ್ರೆ ಬಂತು. ಇಷ್ಟರ ತನಕ ಇಲ್ಲಿ ತುಂಬಾ ಜನ ಇದ್ರು. ನಮ್ಮ ಅಮ್ಮ ತುಂಬಾ ಪಾಪ ಅಲ್ವಾ? ಅಲ್ಲಿ ನಾವೆಲ್ಲರೂ ಊಟ ಮಾಡಿ ನಿದ್ರೆ ಮಾಡುವ ಹೊತ್ತಾಯ್ತು. അമ്മേ, അമ്മേ, ഇവളെന്തല്ലേ പറയുന്നേ? വന്നപ്പോ തൊട്ട് ഇതന്നെ. എന്ത് എനിക്കറിയാം അറബിയും തുളുവെല്ലാം. ഏട്ടന് മനസ്സിലായിട്ടില്ല? കന്നഡയാന്ന്. ಹೌದು. വിദ്യേ, ഓള് നല്ല പാങ്ങാന്നാ കേട്ടിനെ. നീ കണ്ടിനാ? നീ കണ്ടിനാന്ന്? ഞാൻ കണ്ടിട്ടാ. മഹേഷ് കണ്ടിന്. മഹേഷ? നമ്മ മഹേഷ്. ഞാൻ ഈ പീടികയെല്ലാം വിട്ട് മറ്റേ ഇടയിലും പോയി കച്ചവടം തുടങ്ങിയാലൊന്നും ആലോചിക്കുക. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിലെല്ലാം നാറി. ഒന്ന് അടങ്ങന്റെ വിദ്യ. ഓനല്ല ഓന്റെ അപ്പുറത്തോനും പണി കൊടുക്കും. നീ നോയിക്കോ. നീ നമ്മളെ കൂടെ നിന്ന് തന്നാ മതി. അല്ല എന്തരാ, പാണത്തൂരോ മറ്റോ ഏതോ ഉസ്താദ് ഉണ്ടെന്ന് കിട്ടു. വല്ല മന്ത്രവാദോ ആവാഹനോ അങ്ങനെ ഇതിൽ നോക്കണ? ഏയ്, ഈനുള്ള മരുന്നല്ല വേറെ ഉണ്ട്. നീ ബേജാറാവണ്ടക്ക്. നമുക്കെല്ലാം ശരിയാക്കാം.